അവൻ്റെ ധന്യനാമത്തിൽ നിങ്ങളെ ഞാൻ വന്ദനം ചൊല്ലുന്നു. പുതിയ വർഷത്തിലെ ഒരു പ്രധാനപ്പെട്ട ചിന്ത ഫേസ്ബുക്കിലൂടെ പങ്കുവയ്ക്കുവാനാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. വളരെ കോൺട്രോവേഴ്സ്യലായിട്ടുള്ള ഒരു ചിന്ത തുടർമാനമായിട്ട് കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹിമയ്ക്കായിട്ട് വിശദീകരിക്കാൻ ആഗ്രഹിക്കുക. നമുക്ക് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ടൊരു വാക്യം ആരംഭത്തിൽ വായിക്കാൻ ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, കേഫാവിനും പിന്നെ 12 പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചതു തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് നമ്മൾ വായിക്കുന്നു. ജീസസ് ക്രൈസ്റ്റ് died on the cross for our sins. He died on the cross for our sins. നമ്മൾ ആ പദത്തെയാണ് ചിന്തയ്ക്ക് ആധാരമായിട്ട് എടുത്തിരിക്കുന്നത്. നമുക്കറിയാം, നമ്മളത് ഗ്രഹിച്ചു വച്ചിരിക്കുന്നത് ദൈവം തൻ്റെ പുത്രൻ നമ്മുടെ പകരക്കാരനായി മരിച്ചു. അതായത് ഞാൻ മരിക്കേണ്ടതിന് പകരം മരിച്ചു എന്ന ചിന്തയാണ് പൊതുവായിട്ട് എല്ലാവരുടെയും ഉള്ളിലുള്ളത്. എൻ്റെ പകരക്കാരനായിട്ട് മരിച്ചു. യേശു നമുക്ക് വേണ്ടി മരിച്ചു, നമ്മുടെ പാപങ്ങൾ ചുമന്ന് മരിച്ചു എന്നിത്യാദി ധാരാളം പദപ്രയോഗങ്ങൾ നമുക്ക് ദൈവവചനത്തിൽ വായിപ്പാനായിട്ട് കഴിയും. എന്നാൽ ഞാൻ പാപം ചെയ്തു, ഞാൻ ദൈവത്തെ വിട്ട് അകന്നുപോയി, ദൈവവുമായുള്ള ബന്ധം മുറിഞ്ഞു, മരണത്തിൻ്റെ അധീനതയിലായി. അങ്ങനെ മരണത്തിന് അധീനനായ ഞാൻ, ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഞാൻ, പാപം ചെയ്ത ഞാൻ, തെറ്റ് ചെയ്ത ഞാൻ, എൻ്റെ പകരം, ഞാൻ മരിക്കുന്നതിന് പകരം വേറൊരാൾ മരിച്ചാൽ അതുകൊണ്ട് എനിക്ക് എങ്ങനെ സൗഖ്യം വരും? അത് അങ്ങനെ ഒരാൾ എനിക്ക് പകരം മരിച്ചാൽ ആ മരണം കൊണ്ട് എനിക്ക് ഹീലിംഗ് ഉണ്ടാകും, എനിക്കെങ്ങനെ പാപമോചനം ഉണ്ടാകും? എൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെടുമോ? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. തെറ്റ് ചെയ്ത ഒരാൾക്ക് പകരമായി വേറൊരാൾ ശിക്ഷിക്കപ്പെട്ടാൽ തെറ്റ് ചെയ്തവനിൽ എന്തു മാറ്റം? തെറ്റ് ചെയ്തതിൽ എന്തു മാറ്റം? അല്ലെങ്കിൽ തെറ്റ് ചെയ്ത വ്യക്തിക്ക് എങ്ങനെ മാറ്റം സംഭവിക്കും? അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം, കാൽവറിയിലെ മരണം, 2000 വർഷത്തിന് മുമ്പ് മരിച്ച് ആ മരണം എൻ്റെ പകരത്തിനുള്ള മരണം. ഞാൻ മരിക്കുന്നതിന് പകരം മരിച്ചു, ഞാൻ ശിക്ഷിക്കപ്പെടുന്നതിന് പകരം ശിക്ഷിക്കപ്പെട്ടു, ഞാൻ ഒടുക്കപ്പെടുന്നതിന് പകരം ഒടുക്കപ്പെട്ടു, ഞാൻ തിരസ്കരിക്കപ്പെടുന്നതിന് പകരം തിരസ്കരിക്കപ്പെട്ടു, ഞാൻ ശാപമാകേണ്ടതിന് പകരം ശാപമായി, ഞാൻ രോഗിയാകേണ്ടതിന് പകരം താൻ രോഗം ശീലിച്ചവനായി. എങ്ങനെ ദൈവവചനത്തിനകത്ത് അങ്ങോളം ഇങ്ങോളം യേശുക്രിസ്തുവിൻ്റെ പകരമരണം, സബ്സ്റ്റിറ്റ്യൂഷണറി ഡെത്ത്
അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷണറി അറ്റോൺമെന്റ് നമുക്ക് വായിപ്പാനായിട്ട് കഴിയും. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, വേറൊരാൾ മരിച്ചാൽ എനിക്കതുകൊണ്ട് പരിഹാരം ഉണ്ടാവുമോ? അതുകൊണ്ട് എൻ്റെ ഹൃദയത്തിൻ്റെ രോഗാവസ്ഥ മാറുമോ? എനിക്ക് സൗഖ്യം വരുമോ? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, പിതാവായ ദൈവം പുത്രനെ ക്രൂശിൽ ശിക്ഷിച്ചുവോ, അല്ലെങ്കിൽ ദൈവകോപം യേശുവിൻ്റെ മേൽ വന്നുവോ? നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മേൽ, മനുഷ്യരാശിയുടെ മേൽ വരേണ്ട മുഴുവൻ ശിക്ഷയും പിതാവായ ദൈവം ചുമത്തി എന്നാണ് ബഹുഭൂരിപക്ഷം ക്രൈസ്തവ സമൂഹവും വിശ്വസിക്കുന്നത്. അതിന് തത്തുല്യമായ നിലയിലാണ് വേദശാസ്ത്രം രൂപപ്പെട്ടിരിക്കുന്നത്. ദൈവകോപാഗ്നിയിൽ വെന്ത് എരിഞ്ഞ ക്രിസ്തു, നമ്മുടെ മേൽ വരേണ്ട കോപം സ്വന്തം ശരീരത്തിലേക്ക് സ്വീകരിച്ച ക്രിസ്തു. അപ്പൊ ദൈവകോപം യേശു ക്രിസ്തുവിന്റെ മേൽ ചൊരിയപ്പെട്ടു എന്ന് ബഹുഭൂരിപക്ഷം ക്രൈസ്തവരും വിശ്വസിക്കുക. പുത്രന്റെ ശരീരത്തിലൂടെ ഒഴുകി വരുന്ന രക്തം കണ്ടിട്ട് അതിൽ സംപ്രീതനായ പിതാവ് മനുഷ്യരാശിയോട് ക്ഷമിച്ചു കൊടുക്കുന്നു എന്നതും അടുത്ത ചിന്തയാണ്. പാപം ചെയ്തവന്റെ പാപക്കടം യേശുക്രിസ്തു വീട്ടിയതിനാൽ, കടം വീട്ടപ്പെട്ടതുകൊണ്ട് എനിക്ക് ക്ഷമ ലഭിച്ചു എന്ന തികച്ചും വൈരുദ്ധ്യമായ, കോൺട്രോവേഴ്ഷ്യലായ, കോൺട്രഡിക്ഷൻസ് ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റും നമ്മുടെ വേദശാസ്ത്രത്തിൽ വളരെ പ്രബലമാണ്. ഞാനിത് പറഞ്ഞു തുടങ്ങാനുള്ള കാരണം, ക്രൂശിനെ കുറിച്ചുള്ളതായ ഒരു കൃത്യമായ ബോധ്യം നമുക്ക് ലഭിക്കണം എങ്കിൽ നാം ദൈവത്തെക്കുറിച്ചുള്ളതായ കൃത്യമായ ബോധ്യത്തിലേക്ക് വരണം എന്നതാണ് കാരണം. അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യം ഒരാൾക്ക് ലഭിച്ചാൽ മാത്രമേ യേശുക്രിസ്തുവിന്റെ ഭൂമിയിലെ അവതാരം, കാൽവറി കുരിശിലെ ത്യാഗം, അവന്റെ മരണത്തിന്റെ ആവശ്യകത, ഇതൊക്കെ നമുക്ക് മനസ്സിലാകും. അപ്പം നമ്മൾ ക്രൂശിൽ നമ്മുടെ പാപക്കറകളും പാപത്തിന്റെ കടം യേശു വീട്ടി, അതുകൊണ്ട് നമുക്ക് ക്ഷമ ലഭിച്ചു. അപ്പോൾ കൊച്ചൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്, കടം വീട്ടപ്പെട്ടു എങ്കിൽ പിന്നെ ക്ഷമയുടെ ആവശ്യം എന്തിനാ? അപ്പം ഗവൺമെന്റ് അല്ലെങ്കിൽ ഇവിടുത്തെ ഏതോ ബാങ്കിൽ 10 ലക്ഷം രൂപ എനിക്ക് കടം കൊടുക്കാനുണ്ട്, അപ്പൊ എൻ്റെ വീട് ജപ്തിയാകാനായിട്ട് വന്നു, അല്ലെങ്കിൽ എൻ്റെ സമ്പത്തിനെ വിറ്റ് കടം വീട്ടുവാനായിട്ട് കോടതി വിധി വന്നു. ഇത് കേട്ട ഒരാൾ, കോടതിയുടെ വിധി പ്രഖ്യാപനം കേട്ട ഒരാൾ മനസ്സലിഞ്ഞ് ബാങ്കിൽ ചെന്ന് 10 ലക്ഷം രൂപയും അതിൻ്റെ പലിശ സഹിതം അടച്ച് എനിക്ക് സ്വാതന്ത്ര്യം വാങ്ങി തന്നു. അപ്പൊ എൻ്റെ കടം ഇളച്ചു കിട്ടി. എൻ്റെ കടം ഇളച്ചു കിട്ടി എന്നിട്ട് ബാങ്ക് ഇത് കേട്ടിട്ട് പറയാ, നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു, കാരണം നിങ്ങളുടെ 10 ലക്ഷം രൂപ ഇവിടെ അടച്ചു. നിശ്ചയമായിട്ടും ആ ബാങ്ക് ഉദ്യോഗസ്ഥന്റെ മുഖത്ത് നോക്കി നമ്മൾ ധൈര്യമായിട്ട് പറയും, ഇയാളുടെ ക്ഷമ ആർക്കാണോടോ? കാരണം 10 ലക്ഷം രൂപ ഇളച്ചു കിട്ടിയെങ്കിൽ അതാ ക്ഷമ. 10 ലക്ഷം രൂപ വീട്ടുന്നതല്ല ക്ഷമ, ഇളച്ചു കിട്ടുന്നതാണ് ക്ഷമ. അപ്പം യേശുക്രിസ്തു നമ്മുടെ പാപക്കടം വീട്ടി എന്ന് പറഞ്ഞാൽ
പിന്നെ ആ ഒരു ക്രൂശിന്റെ ആ പ്രവൃത്തിക്കകത്ത് നിന്ന് എനിക്ക് ക്ഷമയുടെ ആവശ്യമേ ഇല്ല. കാരണം കടം വീട്ടുന്നതും ഇളച്ചു കിട്ടുന്നതും രണ്ടാ. കടം വീട്ടിയാൽ പിന്നെ ക്ഷമയ്ക്ക് അവിടെ അർത്ഥമില്ല. ക്ഷമിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ കടം വീട്ടുക എന്നല്ല, ഇളച്ചു കിട്ടുക എന്നാണ്. അപ്പൊ കാൽവറി കുരിശിൽ യേശു ക്രിസ്തു പാപത്തിന്റെ വില നൽകിയോ? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വിശുദ്ധ ബൈബിൾ വായിക്കുന്നവർക്ക് മനസ്സിലാവും. ചോദ്യങ്ങളുണ്ടാവും. പാപം ക്ഷമിക്കാൻ, പാപം രക്തം ചിന്താതെ വിമോചനമില്ല എന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. അപ്പൊ മനുഷ്യരാശിയുടെ പാപങ്ങൾ ക്ഷമിക്കാൻ ദൈവത്തിന് രക്തം കൂടിയേ തീരൂ എന്ന് നമ്മൾ വചനപ്രകാരം മനസ്സിലാക്കും. അങ്ങനെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ അരികിൽ വന്ന പല ആളുകൾക്കും അവരുടെ പാപങ്ങളെ പുറത്തു കൊടുക്കുന്നതായി, ക്ഷമിക്കുന്നതായി ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും നമുക്ക് സുവിശേഷത്തിൽ വായിക്കാൻ പറ്റും. അപ്പൊ സുവിശേഷം വായിക്കുമ്പോൾ തെരുവിൽ അരികിൽ വരുന്ന രോഗിയെ നോക്കി നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കും. കല്ലെറിയുവാനായി കൊണ്ടു നിർത്തിയിരിക്കുന്ന വ്യഭിചാരകർമ്മത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ നോക്കി ഞാൻ നിന്നെ ശിക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവളെ വെറുതെ വിടുക. പക്ഷപാത രോഗിയെ നോക്കിയിട്ട് പറഞ്ഞു നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. ഇങ്ങനെ തെരുവിൽ അതിപരിശുദ്ധ സ്ഥലത്ത് മാത്രം നടക്കുന്ന ഒരു ക്രിയ, തിരശീലയ്ക്കകത്തു നടക്കുന്ന, രഹസ്യമായി സംഭവിക്കുന്ന, അതീവ പ്രാധാന്യം അർഹിക്കുന്ന പാപപരിഹാരത്തിന്റെ കർമ്മം തെരുക്കോണിൽ, തെരുവിൽ, യെരൂശലേമിന്റെ തെരുവിൽ വിപണനം നടത്തിയവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവിടെ കൊണ്ട് കർത്താവ് തെളിയിച്ചത് നിന്റെ ആചാരവും രക്തത്തെ എടുത്ത് സ്പ്രിങ്കിൾ ചെയ്യുന്നതും അതിപരിശുദ്ധ സ്ഥലത്ത് സംഭവിക്കുന്നതായ കാര്യങ്ങളൊന്നും അല്ലടാ. പാപമോചനത്തിന് ആധാരം പാപക്ഷമ യേശുക്രിസ്തു നമുക്ക് ഇളച്ചു തന്നതാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇന്നു മുതൽ കർത്താവ് നമ്മളെ സഹായിക്കുന്ന പക്ഷം ക്രൂശിനെ നമ്മൾ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കാനായിട്ട് തുടങ്ങും. ചില നാളുകൾക്ക് മുമ്പ് ക്രൈസ്തവ വീക്ഷണങ്ങളെ വിമർശിക്കുന്ന ഒരു നിരീശ്വരവാദി തൻ്റെ വീഡിയോയിൽ ഇങ്ങനെ പറയുകയായിരുന്നു, ആകാശത്തിൻ്റെ ഏതോ കോണിലിരിക്കുന്ന ഒരു ബ്ലഡ് തേഴ്സ്റ്റിംഗ് ട്രാക്കുളയായ ദൈവം, പറയുന്നത് ഇങ്ങനെയാ, ബ്ലഡ് തേഴ്സ്റ്റിംഗ് രക്തദാഹിയായ ഒരു ട്രാക്കുള, ഒരു സെലസ്ട്രിയൽ ഭീകരൻ, ദൈവത്തെക്കുറിച്ച് അദ്ദേഹത്തിന് അഭിസംബോധന, സെലസ്ട്രിയൽ ഭീകരൻ, ഏതോ ഒരു ആകാശവിധാനത്തിൽ ഇരിക്കുന്ന ഒരു ഭീകരൻ, രക്തദാഹിയായ ഒരു ട്രാക്കുള, സ്വന്തം പുത്രന്റെ രക്തം ഇങ്ങനെ ചൊരിയുന്നത് കണ്ടിട്ട് സംപ്രീതനായി മനുഷ്യരാശിയെ ഇളച്ചു കൊടുത്ത അല്ലെങ്കിൽ ക്ഷമിച്ചു കൊടുത്ത ദൈവം എന്ന് പറഞ്ഞ് സ്നേഹനിധിയായ നമ്മുടെ പിതാവിനെ ബൈബിളിൽ മാനവരാശിക്ക് പരിചയപ്പെടുത്തുന്ന സർവലോക സൃഷ്ടിതാവായ യാഹെന്ന ദൈവത്തെ, അപ്പനെ പോലെ നമ്മെ സ്നേഹിക്കുകയും അമ്മയെ പോലെ നമ്മെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കരുണാമയനായ ദൈവത്തെ നമ്മുടെ വേദപുസ്തകത്തിലെ നമ്മുടെ ആളുകൾ പഠിപ്പിക്കുന്ന തിയോളജി വെച്ച് പരസ്യമായിട്ട് അപകീർത്തിക്കുന്നത് കേൾക്കുവാൻ. എല്ലാ മതങ്ങളിലും രക്തവും ബലിയും ഒക്കെ കൊണ്ടാണ് പരിഹാരങ്ങൾ വരുത്തുന്നത്. അങ്ങനെ ഒരു രക്തബലിയിൽ പ്രസാദിക്കുന്ന ഒരു ദൈവമാണോ? ദൈവത്തിന് ഒരാളുടെ പാപം ക്ഷമിച്ചു കൊടുക്കാൻ ഒരു മനുഷ്യബലിയുടെ ആവശ്യമുണ്ടോ? അപ്പൊ മനുഷ്യബലിയിൽ പ്രസാദിക്കുന്ന ഒരു ഭീകരനാണോ ദൈവം എന്നിങ്ങനെ ചോദ്യങ്ങൾ ധാരാളം ഉണ്ട് എൻ്റെ പ്രിയരെ.
കഴിഞ്ഞ തലമുറകളിൽ ഇത് ചോദിക്കാൻ കുറച്ചുപേര് മുമ്പോട്ട് വന്നു. നമ്മുടെ ആളുകൾ പലരും അതിൽ നിന്ന് തരിതപ്പി അത് വിശ്വാസത്തിന്റെ ഭാഗമാണെന്നും അത് വികാരത്തിന്റെ ഭാഗമാണെന്നും ഒക്കെ പറഞ്ഞ് നമ്മൾ തടിതപ്പി. നമ്മുടെ വിശ്വാസം യുക്തിരഹിതമാണെങ്കിൽ ഞാനതിനെ അന്ധവിശ്വാസം എന്നാണ് വിളിക്കുന്നത്. യുക്തിരഹിതമായ വിശ്വാസം അന്ധവിശ്വാസമാണ്. ഞാൻ 100% വിശ്വസിക്കുന്നു വിശ്വാസത്തിനൊരു ഹയർ കൈൻഡ് ഓഫ് എത്തിക്സ് ഉണ്ട്. അത് വെറും ഒരു മതത്തിന്റെ ചടങ്ങല്ല. വിശ്വാസം ഒരു സയന്റിഫിക്കലി ഡിഫൈൻ ചെയ്യേണ്ട ഒരു മാറ്ററാണ്. ഇറ്റ് ഈസ് എ ഹയർ ഡയമെൻഷൻ. അതുകൊണ്ട് യുക്തിരഹിതമായ അന്ധവിശ്വാസമല്ല വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത്. ബൈബിൾ പഠിപ്പിക്കുന്ന വിശ്വാസം യുക്തിക്ക് നിരക്കുന്നതാണ്. അത് തെളിയിക്കാൻ ഇവിടുത്തെ സയൻസ് തെളിയിക്കാൻ ശ്രമിച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ തെളിയിക്കപ്പെടുന്ന നിലയിൽ, അവർക്ക് മനസ്സിലാകുന്ന നിലയിൽ കൃത്യമായിരിക്കണം വിശ്വാസം. നമ്മൾ വിശ്വാസവും ഇവിടുത്തെ സയൻസിനെയും കൊണ്ട് രണ്ടായിട്ട് നിർത്തിയേക്കുക. അതുകൊണ്ട് നമുക്ക് വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുന്നു. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ വിശ്വാസം സയന്റിഫിക്കലി പ്രൂവ്ഡ് ആയിരിക്കണം. കാരണം അതിനകത്ത് ഒരു രാഹിത്യം ഉണ്ടാകാനായിട്ട് പാടില്ല. അപ്പൊ ദൈവത്തെ ഒരു സെലസ്ട്രിയൽ ഡ്രാക്കുളയായിട്ട് കാണുകയാണ്. രക്തദാഹിയായ ഒരു ദൈവം. അപ്പൊ ഇങ്ങനെ ദൈവത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ ഇരിക്കുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ഇത് ആരംഭിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ ക്രിസ്തു നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന ഒരു ചിത്രം. അതിനകത്ത് ഞാൻ മരിക്കേണ്ടതിന് പകരം ആൾ മരിച്ചു, ഞാൻ ശിക്ഷിക്കപ്പെടുന്നതിന് പകരം ആൾ ശിക്ഷിക്കപ്പെട്ടു എന്ന് വരുമ്പോൾ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതായ ചില കാര്യങ്ങൾ ആ വാക്കിന്റെ അടിസ്ഥാനത്തിലുണ്ട്. ആദിമ സഭാപിതാക്കന്മാര്, എനിക്ക് തോന്നുന്നു അത്തനേഷ്യസാണെന്ന് തോന്നുന്നു, ആദിമ സഭാപിതാക്കന്മാര് അവര് ക്രൂശ് മരണത്തെക്കുറിച്ച് പറഞ്ഞ ഒരു പദം എനിക്ക് തോന്നുന്നു സഭാപിതാവായ അത്തനേഷ്യസ് ആണോ എന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ്: വാട്ട് ഈസ് unassummed is unhealed, but whatever he becomes he saves. What is unassumed is unhealed. Unassumed, assumed എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ മലയാളം അസ്യൂംഡ് എന്ന് പറഞ്ഞാൽ ഏറ്റെടുത്തത്. അൺഅസ്യൂംഡ് എന്ന് പറഞ്ഞത്, അൺഅസ്യൂംഡ് മീൻസ് ഏറ്റെടുക്കാത്തത്. എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ സ്വീകരിക്കാത്തത്. അതാണ് അസ്യൂംഡ് എന്ന് പറഞ്ഞത്. അൺഅസ്യൂംഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റെടുക്കാത്തത്, സ്വീകരിക്കാത്തത്, പങ്കാളിത്തം ഇല്ലാത്തത്, ഇൻവോൾവ്മെന്റ് ഇല്ലാത്തത്. അങ്ങനെ ഇൻവോൾവ്മെന്റ് ഇല്ലാത്ത ആ കാര്യങ്ങൾ സൗഖ്യമാകാത്തതാണ് എന്നാണ് സഭയുടെ ആദിമ പിതാക്കന്മാർ വിശ്വസിച്ചിരുന്നത്. ഞാൻ നിങ്ങൾക്കത് മനസ്സിലാക്കി തരാൻ ശ്രമിക്കാം. അതായത് കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ പാപത്തിന് പകരമാണ് മരിച്ചതെങ്കിൽ, പകരം
എങ്കിൽ നമുക്ക് സൗഖ്യം എന്നത് ഇമ്പോസിബിൾ ആണ്. മറിച്ച് യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങളെ അസ്യൂംഡ് ചെയ്ത് അല്ലെങ്കിൽ ഏറ്റെടുത്തു, അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങൾ അവന്റെ മേൽ അവൻ സ്വീകരിച്ചു എങ്കിൽ അവന്റെ ഉയർപ്പിനാൽ അവൻ എന്ത് സംഭവിച്ചോ അത് നമുക്കും സംഭവിച്ചു കഴിഞ്ഞു. അതായത് അൺഅസ്യൂംഡ് ഈസ് അൺസേവ്ഡ് അല്ലെങ്കിൽ അൺഹീൽഡ്. അയാൾ തെറ്റ് ചെയ്തു, പകരം എന്നെ അടിച്ചു, അതുകൊണ്ട് അയാൾക്ക് സൗഖ്യം വരില്ല. അതേസമയം അയാൾ എടുത്ത അതേ തെറ്റ്, അതേ കാര്യം ഞാൻ ആ സിൻ മൊത്തം എന്നിലേക്ക് ഞാൻ ഏറ്റെടുത്തു എങ്കിൽ, ആ സിൻ മൊത്തം എൻ്റെ ദേഹത്തിൽ, എൻ്റെ ശരീരത്തിൽ, എൻ്റെ ചുമലിൽ ഞാൻ എടുത്തു എങ്കിൽ എനിക്ക് സംഭവിക്കുന്നത് അവർക്ക് സംഭവിക്കുന്നു, എനിക്ക് സംഭവിച്ചത് അവർക്ക് സംഭവിച്ചിരിക്കും. അതായത് മൂന്നാം നാളിൽ ഉയർപ്പ് സംഭവിച്ചെങ്കിൽ അത് ആരുടെ സിന്നാണോ താൻ എടുത്തത് അവർക്ക് ഉയർപ്പ് നടന്നിരിക്കും. സോ ചർച്ച് ഫാദേഴ്സ് ഇങ്ങനെ പഠിപ്പിച്ചത്, വാട്ട് ഈസ് അൺഅസ്യൂംഡ് ഈസ് അൺഹീൽഡ്. എന്നിട്ട് അടുത്ത് വന്ന ബട്ട്, എന്നാൽ വാട്ട് എവർ ഹി ബിക്കംസ്, അവൻ എന്തൊക്കെ ആയി തീർന്നിട്ടുണ്ടോ അതിനെ എല്ലാം അവൻ രക്ഷിച്ചിട്ടും ഉണ്ട്. അവൻ എന്തായി തീർന്നോ, and whatever he becomes he saves. That means ഇത് ഒരു പകരമുള്ള മരണം അല്ല, മറിച്ച് ഇത് പങ്കാളിത്തം ഉള്ള മരണമാണ്. യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്നത് അല്ല യഥാർത്ഥമായി തിരുവെഴുത്തുകൾ പ്രകാരം നമ്മൾ മനസ്സിലാക്കണം. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞു, നാം അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു. അവൻ ക്രൂശിക്കപ്പെടാൻ കാരണം നാം അവനോട് കൂടെ അസ്യൂംഡ് ആയതുകൊണ്ടാണ്. നമ്മുടെ അതിക്രമങ്ങൾ, അകൃത്യങ്ങൾ, തെറ്റുകൾ, കുറ്റങ്ങൾ എല്ലാം അവന്റെ മേൽ വരാൻ കാരണം നാമും അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു. അപ്പം യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം നമ്മുടെ പകരത്തിനുള്ള മരണം എന്നതിന് പകരം നമ്മോട് ഒരുമിച്ചുള്ള മരണം എന്നാണ് വിശുദ്ധ തിരുവെഴുത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് ഇടവരുന്നത്. കാരണം what is the unassumed is unhealed, but whatever he becomes he saves. അവന് എന്തെടുക്കാൻ പറ്റുന്നോ അതിനെയാണ് അവൻ രക്ഷിച്ചത്. തനിക്ക് എന്തായി തീരാൻ പറ്റിയോ അവിടെയാണ് രക്ഷ വന്നത്. ഇത് വെറും ഒരു സബ്സ്റ്റിറ്റ്യൂഷന് പകരം കൃത്യമായ ഇൻക്ലൂഷനും അതിനകത്തെ പങ്കാളിത്തവുമാണ്. പാപിയോട് കൂടെ അവൻ പാപിയായി മാറുകയാണ്. പാപവും അവനും ഒന്നായി മാറിയത് കൊണ്ടാണ് വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നത്, പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് നമുക്ക് വേണ്ടി പാപമാക്കി തീർത്തു. ഹി ബിക്കേം സിൻ. അവൻ പാപം ആയി മാറി എന്ന് നമ്മൾ വായിക്കും. അടുത്തത്,
He demonstrates the integrity of his peace, not by avoiding our problems, but embracing the pain and confusion. നമ്മുടെ വേദനയും നമ്മുടെ കൺഫ്യൂഷൻസും അവൻ എംബ്രേസ് ചെയ്തു. അവൻ അതിൻ്റെ പങ്കാളിയായി തീർന്നു. അവൻ അതിനെ ഒഴിവാക്കിയില്ല. പാപത്തിൻ്റെയും രോഗത്തിൻ്റെയും ശാപത്തിൻ്റെയും റിജക്ഷൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും അകൃത്യത്തിൻ്റെയും ഒക്കെ പങ്കാളിയായി, പാർട്ടേക്കറായി അതിനെ സ്വയമായിട്ട് സ്വീകരിച്ച്, സ്വയമായിട്ട് അതിനെ ഏറ്റെടുത്ത്, അതിൻ്റെ പങ്കാളിത്വത്തിലേക്കും അതിനകത്തൊരു ഇൻവോൾവ്മെന്റിലേക്കും പോയി പാപത്തിൻ്റെ വേദന, പാപത്തിൻ്റെ ശിക്ഷ, പാപത്തിൻ്റെ കയ്പ് സ്വന്തം ജീവിതത്തിൽ കുടിച്ച്, അല്ലാതെ പകരം മരിക്കുക എന്ന് പറയുമ്പോൾ ഉടനെ ആ ആൾക്ക് കൊടുക്കേണ്ടത് ഈ ആൾക്ക് കൊടുത്തല്ല. യേശുക്രിസ്തുവിന്റെ മേൽ വന്ന മരണം നമ്മുടെ പാപങ്ങൾ അവന്റെ മേൽ ചെലുത്തപ്പെട്ടു. അവൻ അതിനെ സ്വീകരിച്ച്, അതിനെ എംബ്രേസ് ചെയ്തത് കൊണ്ട് അവൻ ചെയ്ത പ്രവൃത്തിക്കകത്തൊരു ആത്മാർത്ഥത നമുക്ക് കാണാൻ പറ്റും. അവന്റെ രക്ഷയ്ക്കും ശ്രേഷ്ഠമായ നിലയിൽ നമുക്ക് കൃത്യമായ ഒരു ഇന്റഗ്രിറ്റി കാണാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്, അവങ്കലേക്ക് നോക്കുമ്പോൾ രക്ഷിക്കപ്പെടുകയാണ്. മോശ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, അവരെ നോക്കിയവർ, ആ പിച്ചള സർപ്പത്തെ നോക്കിയവർ രക്ഷ പ്രാപിച്ചു. അപ്പൊ രക്ഷ എന്നത് വെറുതെ ഒന്ന് നോക്കുന്നതിലൂടെ ഹീലിംഗ് ഉണ്ടാകുക. ഹീലിംഗ് ഞാൻ സംസാരിക്കുന്നത്. പാപം ഒരു രോഗമാണ്, ശാപം ഒരു രോഗമാണ്, റിജക്ഷൻസ് ഒരു രോഗാവസ്ഥയാണ്. നമുക്ക് എല്ലാ മേഖലയിലും കൃത്യമായ ഒരു സൗഖ്യം ആവശ്യമുണ്ട്. നമ്മുടെ ഹൃദയത്തിന് സൗഖ്യം ആവശ്യമുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം അവിടുത്തെ സുവിശേഷത്താൽ ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും അനുഗ്രഹപ്രദമായ നന്മ അത് സ്വർഗവാഗ്ദാനമല്ല, മറിച്ച് പുത്രനിലൂടെ എനിക്ക് ലഭിച്ചിരിക്കുന്നതായ സൗഖ്യമാണ്. സൗഖ്യം. ആ സൗഖ്യം, എൻ്റെ രോഗത്തിന് സൗഖ്യം, എൻ്റെ റിലേഷൻഷിപ്പിന് സൗഖ്യം, എൻ്റെ ശാപത്തിന് സൗഖ്യം, എൻ്റെ മനസ്സിന് സൗഖ്യം, എൻ്റെ ദേഹിക്ക് സൗഖ്യം, ദേഹത്തിന് സൗഖ്യം, ആത്മാവിന് സൗഖ്യം. Because Jesus assumed everything. That's why I'm here. He became sin so that I could be saved. He became curse so that I can be a blessing. He became. What he becomes, he saves. ഇതാണ് നമ്മൾ ഈ ചിത്രത്തിൽ ആദ്യമായിട്ട് അറിയേണ്ട കാര്യം. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത്, അല്ലെങ്കിൽ മനുഷ്യർക്ക് വേണ്ടി മരിച്ചത്, പിതാവ് പുത്രനെ ശിക്ഷിച്ചതാണോ എന്നതാണ്. പിതാവ് പുത്രനെ ശിക്ഷിച്ചതാണോ ഈ ക്രൂശ് എന്ന് നമ്മൾ ചിന്തിക്കണം. പിതാവ് പുത്രന്റെ മേലിട്ട ശിക്ഷയാണോ കാൽവറി മരണം? അതിനാധാരമായിട്ട് ആളുകൾ എടുക്കുന്ന ഒരു വാക്യമുണ്ട്. ഞാനിത് കുറച്ച് ജനറലായിട്ട് പറഞ്ഞിട്ട് നമുക്കിതിൻ്റെ കാര്യഗൗരവമുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകണം. ഈ യെശയ്യാവിൻ്റെ പ്രവചനം 53-ാം അധ്യായത്തില് 10-ാമത്തെ ഒരു വാക്യമുണ്ട്. മലയാളത്തിൽ അത് ഞാൻ വായിക്കാം. ആദ്യം മലയാളത്തിൽ വായിച്ച ശേഷം ഞാനതിൻ്റെ വേറൊരു ഒറിജിനൽ പരിഭാഷയിലേക്ക് പോവാം. യെശയ്യാവിൻ്റെ പ്രവചനം എല്ലാവരും എടുക്കുന്നതാണ്. 53-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. ആ വാക്യം നിങ്ങൾ നോക്കി. എന്നാൽ അവനെ തകർത്ത് കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നി. അവനെ തകർത്ത് കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നി. അവന് കഷ്ടം വരുത്തി അവന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട്
അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവന്റെ കയ്യാൽ സാധിക്കുകയും ചെയ്തു. ഇവിടെ അവനെ തകർത്ത് കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നി. ഈ വാക്യം നമ്മൾ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ഹീസ് പ്ലീസ്ഡ്, അവന് ഇഷ്ടം തോന്നി എന്നതിന് അവിടെ കൊടുത്തിരിക്കുന്നത് യഹോവയ്ക്ക് ആ മരണത്തിൽ വലിയ പ്രസാദം തോന്നി. അവൻ കാരണം, അല്ലെങ്കിൽ ആ മരണത്തിന്റെ റീസൺ പിതാവാണ് എന്ന് നമുക്കവിടെ പ്രഥമ ദൃഷ്ട്യാ വായിക്കുമ്പോൾ മനസ്സിലാവും. എന്നാൽ അതിന്റെ ഒറിജിനൽ ടെക്സ്റ്റിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അവനെ തകർത്ത് കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നി എന്നതിൻ്റെ ഒരു ഒറിജിനൽ, അതായത് ഇംഗ്ലീഷിന്റെ സെപ്റ്റുവജന്റ്, അതായത് ഈ ഗ്രീക്ക് ബൈബിളിനെ അല്ലെങ്കിൽ ഈ എബ്രായ ഭാഷയിൽ എഴുതിയിരിക്കുന്ന പഴയ നിയമത്തെ ഗ്രീക്കിലേക്ക് പരിഭാഷപ്പെടുത്തിയപ്പോൾ ആ ഗ്രീക്ക് പരിഭാഷയിൽ കൊടുത്തിരിക്കുന്നതായ ഒരു അർത്ഥം ഞാൻ വായിക്കാം. ദ ലോർഡ്, അതായത് സെപ്റ്റുജന്റിൽ ഇങ്ങനെയാണ്, അല്ലാതെ സെപ്റ്റുജന്റ് ട്രാൻസ്ലേഷൻ, ദ ലോർഡ് ആൾസോ ഈസ് പ്ലീസ്ഡ് ടു പേർജ് ഹിം ഫ്രം ഹിസ് സ്ട്രോക്ക്. The Lord also is pleased to purge him from his stroke. If he can give an offering for sin, your soul shall see long-lived seed. The Lord also is pleased to purge him from his stroke. അവന് സംഭവിച്ച ആഘാതത്തിൽ നിന്ന്, ആഘാതം എന്ന് പറഞ്ഞാൽ പ്രഹരത്തിൽ നിന്ന്, ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അവന് കിട്ടിയ ആ മർദ്ദനത്തിൽ നിന്ന്, മുറിവിൽ, ആ അനുഭവത്തിന്, ആ അവസ്ഥയിൽ നിന്ന് അവനെ പോർജ് ചെയ്യാൻ, പോർജ് എന്ന് പറഞ്ഞാൽ ചികിത്സിക്കാൻ, അവനിൽ നിന്ന് തുടച്ചു മാറ്റാൻ, അവനെ ആ ഒരു ആഘാതത്തിൽ നിന്ന് സൗഖ്യപ്പെടുത്താൻ, ആ വന്ന മുറിവുകളെ അവനിൽ നിന്ന് എന്നേക്കുമായിട്ട് നീക്കം ചെയ്യാൻ, അവന് സംഭവിച്ചതായ ആ സ്ട്രോക്കിൽ നിന്ന് അവനെ വിമോചിതൻ ആക്കാൻ പിതാവിന് അല്ലെങ്കിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നി എന്നാണ് മലയാളത്തിൽ എഴുതിയേക്കുന്ന. അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അത് absolutely a wrong translation. സത്യസന്ധമായ അവിടുത്തെ വിവർത്തനം മനുഷ്യരാശിയുടെ പാപങ്ങളാൽ മുറിവേറ്റ് നിന്ദിക്കപ്പെട്ട് തകർക്കപ്പെട്ട് ശരീരം ഉഴവുചാല് പോലെ കീറി അപമാനവും നിന്ദയും സഹിച്ച് മുഖത്തെ രോമങ്ങൾ മുഴുവൻ വലിച്ചു പറിക്കപ്പെട്ട് പാപത്തിന്റെ ശിക്ഷ, പാപം എങ്ങനെ ഒരാളിൽ വരുമോ ആ ശിക്ഷ, പാപത്തിന്റെ ശിക്ഷ സ്വയശരീരത്തിൽ സ്വീകരിച്ച് അപമാനിതനായി അർത്ഥനഗ്നനായി എല്ലാവരുടെ നിന്ദയും പരിഹാസവും സ്വീകരിച്ച പുത്രനെ അരമത്യക്കാരൻ ജോസഫിന്റെ കല്ലറയ്ക്കകത്ത് കൊണ്ടുവന്ന് അടക്കം ചെയ്യുമ്പോൾ ആ പുത്രനെ അവന് സംഭവിച്ച മുറിവിൽ നിന്ന്, ആഘാതത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന് അവനെ മോചിപ്പിക്കാൻ, ശുദ്ധി വരുത്താൻ, വിമോചിപ്പിക്കാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, പ്രസാദം തോന്നി എന്നാണ് വിശുദ്ധ തിരുവെഴുത്തിലെ അർത്ഥം. ഈ ഒറ്റ വാക്യമാണ് യേശുവിനെ കാൽവറി കുരിശിൽ പിതാവ് തകർത്ത് കളഞ്ഞു എന്നതിന് സകല ക്രൈസ്തവരും തിയോളജിയനും സെൻസ് എടുക്കുന്നതായ കാര്യം. എല്ലാ തിയോളജിയന്മാരും അതാണ് എടുക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അതിന്റെ അർത്ഥം അവനെ ആ തകർച്ചയിൽ നിന്ന്, ആഘാതത്തിൽ നിന്ന്, വലിയ അനർത്ഥത്തിൽ നിന്ന് മോചിപ്പിച്ച് ശുദ്ധീകരിച്ച്
പോർജ് ചെയ്ത് ക്ലീനാക്കി ശുദ്ധീകരണം വരുത്തി ആ മുറിവുകൾ മൊത്തം തുടച്ച് അവനെ തലോടി അവിടെ നിന്ന് പുറത്തെടുക്കാൻ ദൈവത്തിന് പ്രസാദം തോന്നി. അപ്പം അടിച്ചതും അപ്പൻ, തുടച്ചതും അപ്പൻ എന്ന് പറയുന്നതിനകത്ത് അത്ര നല്ലൊരു ലോജിക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 53-ാമത്തെ സങ്കീർത്തനത്തിൽ മറ്റൊരു കാര്യം നമുക്ക് വായിക്കാനായിട്ട് പറ്റും. അതിന്റെ 4-ാം വാക്യം. യെശയ്യാവ് 53-ന്റെ 4-ാം വാക്യത്തില് സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, നാമോ, ശ്രദ്ധിക്കണം, നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. ഞാൻ ഈ വിഷയത്തിന് ഉള്ളിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ അങ്ങ് സൂചിപ്പിക്കുക. നാമോ നമ്മുടെ രോഗങ്ങൾ വഹിച്ചു, വേദനകൾ ചുമന്നു, നാമോ നമ്മൾ എന്താ ചിന്തിച്ചു? ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു വിചാരിച്ചു. നമ്മുടെ വിചാരം ദൈവം അവനെ ശിക്ഷിച്ചു എന്നാണ്. ആ വിചാരം ഇന്നും ഒത്തിരി പേർക്ക് മാറിയിട്ടില്ല. 99% ആളുകൾക്കും ഇന്നും ആ വിചാരത്തിൽ തന്നെയാണ്. അതിന് തൊട്ടു താഴെയുള്ള വാക്യത്തിൽ പ്രവാചകൻ തന്നെ പറയുന്നുണ്ട്, എന്നാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല, ദൈവം അവനെ ശിക്ഷിച്ചു, ദൈവം അവനെ ദണ്ഡിപ്പിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല, എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു. നമ്മുടെ അതിക്രമത്തിന്റെ മുറിവാണ് അവന്റെ മേൽ. ദൈവം അവനെ ശിക്ഷിച്ചതല്ല, പിതാവ് അവനെ ദണ്ഡിപ്പിച്ചതല്ല, മറിച്ച് നമ്മുടെ സിന്നിന്റെ, അകൃത്യത്തിന്റെ മുറിവും അതിക്രമത്തിന്റെ തകർച്ചയുമാണ്, ആ ശിക്ഷയാണ് അവന്റെ മേൽ വന്നത്. അപ്പം പാപത്തിന്റെ ശിക്ഷയാണ് യേശുവിന്റെ മേൽ വന്നത്, അല്ലാതെ പിതാവിന്റെ കോപമോ പിതാവ് അനുവദിച്ച കഷ്ടമോ പിതാവിന് തകർക്കാൻ അങ്ങനെ ഇഷ്ടം തോന്നിയപ്പോ തകർക്കാൻ ഏൽപ്പിച്ചതോ അല്ല. യേശുവിന്റെ മേൽ വന്ന ഓരോ മുറിവുകളും ലോകത്തിന്റെ പാപത്തിന്റെ മുറിവുകളാണ്. ആ പാപമുറിവ, പാപത്തിനാണ് ശിക്ഷ. പാപത്തിന്റെ ശിക്ഷ യേശു എടുത്തു. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട പ്രധാന വിഷയം, നമ്മൾ വിചാരിച്ചു ദൈവം ശിക്ഷിച്ചു എന്ന്. നമ്മൾ വാസ്തവത്തിൽ ദൈവത്തെ കുറ്റക്കാരനാക്കി നിർത്തുക. ഞാൻ ഇതിനെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് കുറച്ചും കൂടെ പുറകോട്ടൊന്ന് പോകാനായിട്ട് ആഗ്രഹിക്കും. വലിയ ഒരു ആത്മീക പണ്ഡിതനാണ്, ശ്രേഷ്ഠനായ ഒരു ദൈവദാസനാണ് C.S. ലൂയിസ്. C.S. ലൂയിസിന്റെ ഒരു കൊട്ടേഷൻ ഞാൻ ഇങ്ങനെ വായിക്കാം. അദ്ദേഹം വിശ്വസിച്ചിരുന്നത്, God shatters our images. ദൈവം നമ്മുടെ പ്രതിബിംബങ്ങളെ ഉടച്ചു കളയുന്നവനാണ്. അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അദ്ദേഹം പറഞ്ഞാൽ he calls the great iconoclast, അതായത് വിഗ്രഹങ്ങളെയും രൂപങ്ങളെയും ഒക്കെ ഇടിച്ചു നിരപ്പാക്കി അങ്ങനെയുള്ള ആളിനെ പറയുന്ന പേരാണ് ഐക്കണോക്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ പ്രധാന ഐക്കണോക്ലാസ്റ്റ് ഈസ് ഓൺ ഹു അറ്റാക്സ് ഐഡൽസ്, venerated religious symbols, beliefs and institutions. വിഗ്രഹങ്ങളെയും മതപരമായ ചിഹ്നങ്ങളെയും വിശ്വാസങ്ങളെയും ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും ഒക്കെ അറ്റാക്ക് ചെയ്ത് അതിനെ നിലംപരിചാക്കി തവിട് പൊടിയാക്കുന്ന ആളിന്റെ പേരാണ് ഐക്കണോക്ലാസ്റ്റ് എന്ന് പറയുന്നത്. ലൂയിസ് പറഞ്ഞത് ഇങ്ങനെയാണ്, ഗോഡ് ഈസ് എ ഗ്രേറ്റ് ഐക്കണോക്ലാസ്റ്റ്. God will not be confined to our limited static perceptions of him. ദൈവം നമ്മുടെ ചിന്തയ്ക്കും നമ്മുടെ പരിധിക്കും നമ്മുടെ വിചാരത്തിനും ഒന്നും പരിമിതിപ്പെട്ട ആളല്ല. ആദ്യം നമ്മൾ
ദൈവത്തെ നമുക്ക് നന്നായി അറിയില്ല എന്ന ബോധ്യത്തിലേക്കാണ് വരുന്നത്. ഇവിടെ അടുത്ത് പറഞ്ഞത് ഹീസ് ടു ലിക്വിഡ് മൂവിങ് ആൻഡ് ലിവിങ് ടു ബി കണ്ടെയ്ൻഡ് വിതിൻ ദ ഷാബി ഫ്രെയിംവർക്ക് ഓഫ് അവർ ലിമിറ്റഡ് കപ്പാസിറ്റി ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. എന്ന് പറഞ്ഞാൽ നമ്മളെ വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ ചിന്താധാരയിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചെറിയ കണ്ടെയ്നറിനകത്ത് ഇറങ്ങി വന്ന് ഇരിക്കാനും പരിമിതിയിൽ ഇരിക്കാനും ഒക്കെ കഴിയുന്ന, നമ്മുടെ ചെറിയ ഫ്രെയിമിൽ വന്ന് ലിമിറ്റഡ് കപ്പാസിറ്റിയിൽ വന്ന് അറിവിൽ വന്നിരിക്കുന്ന ഒരു ദ്രാവക രൂപത്തിലുള്ള ഒരാളാണ് ദൈവം എന്ന ധാരണ നമുക്കുണ്ട്. ആ ഇമേജിനെ പൊളിക്കാനാണ് നമ്മുടെ കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത്. ഒരു കാര്യം വ്യക്തമാണ്, ശലോമോൻ പറഞ്ഞൊരു വാചകമുണ്ട്. അദ്ദേഹം ഉണ്ടാക്കിയ സ്വർണ്ണ കൊട്ടാരത്തെ നോക്കി, ആലയത്തെ നോക്കി, ദൈവമേ നീ സ്വർഗത്തിൽ ഒതുങ്ങത്തില്ല, സ്വർഗാദി സ്വർഗത്തിൽ ഒതുങ്ങത്തില്ല, ഞാൻ കൈപ്പണിയാക്കി നിർമ്മിച്ചിരിക്കുന്ന അല്ലെങ്കിൽ കൈപ്പണിയായി നിർമ്മിച്ച ആലയത്തിൽ ഒതുങ്ങത്തില്ല. പക്ഷെ പുതുനിയമത്തിലെ തിയോളജിയൻസ് ഇന്ന് പറയേണ്ട ഒരു കാര്യമുണ്ട്, ദൈവമേ നീ ദൈവാലയത്തിൽ ഒതുങ്ങത്തില്ല, ഞങ്ങളുടെ തിയോളജിക്കകത്തും നീ ഒതുങ്ങത്തില്ല, ഞങ്ങളുടെ ഐഡിയോളജിക്കകത്തും അങ്ങ് ഒതുങ്ങത്തില്ല. ദൈവം യെരൂശലേമിലെ സ്വർണത്തിൽ നിർമ്മിച്ച ആലയത്തിനകത്ത് ഒതുങ്ങത്തില്ല. ദൈവം സ്വർഗത്തിലും ഭൂമിയിലും ഒതുങ്ങാത്ത ആളാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മനുഷ്യനിർമ്മിതമായ ഒരു വേദശാസ്ത്രത്തിലും ഒരു ഐഡിയോളജിക്കകത്തും ദൈവത്തെ ഒതുക്കാൻ ആർക്കും പറ്റില്ല. ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ ഇമേജസ്, ഒരുപാട് ഇമേജുകളുണ്ട്. കാൽവിനൊരു ഇമേജ് ഉണ്ട്, അർമീനിയനൊരു ഇമേജ് ഉണ്ട്, പിന്നെ ആൻസലാമിനൊരു ഇമേജ് ഉണ്ട്. പോകുന്ന എല്ലാവർക്കും ഓരോ ഇമേജസ്. ക്രിസ്തീയ ലോകത്ത് ദൈവത്തെക്കുറിച്ച് വ്യത്യസ്തമായ ഇമേജുകളാണ് ഓരോരുത്തർക്കും. ഈ ഇമേജുകളെ പൊളിക്കാൻ, ആ വിഗ്രഹങ്ങളെ ഉടയ്ക്കാൻ, ആ വിഗ്രഹങ്ങളെ പൊടിച്ച് നമ്മളിങ്ങനെ ആരാധിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും കാത്തിരിക്കുന്ന ആ ഒരു വിഗ്രഹദേവനെ, ആ ദൈവം എന്ന വിഗ്രഹത്തെ, നമ്മുടെ പരിമിതിക്കകത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച ദൈവരൂപത്തെ ഉടയ്ക്കാൻ പ്രപഞ്ചത്തിൽ അവതരിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ഐക്കണോക്ലാസ്റ്റ് ആണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവനാണ് വന്ന് നമ്മുടെ ചിന്താധാരകളെയും മതത്തിന്റെ അവസ്ഥകളെയും നമ്മുടെ വിഗ്രഹങ്ങളെ മൊത്തം തച്ചുടച്ചത്. യേശു ക്രിസ്തുവിന്റെ വരവോടെ യഹൂദന്റെ സങ്കല്പം പാടേ തവിടുപൊടിയായി. അബ്രഹാം മുതൽ ഇങ്ങോട്ടുള്ള സകല വിശുദ്ധ വീരന്മാരെയൊക്കെ വിളിച്ച് മുൻപിൽ നിർത്തിയിട്ട് യേശു പറയുന്നൊരു വാചകമുണ്ട്, ആർക്കും പിതാവിനെ അറിയത്തില്ല. ഒറ്റ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് പഴയ നിയമ ഭക്തന്മാരുടെ ആത്മീയ അഹന്തയെ, വെളിപ്പാടിന്റെ ഉച്ചസ്ഥായിലിരുന്നവരെ മൊത്തം വെറും നിസ്സാരവൽക്കരിച്ചു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. യഹൂദന്റെ വേദസങ്കല്പത്തെയും ദൈവസങ്കല്പത്തെയും അവൻ ദൈവത്തെക്കുറിച്ച് പടുത്തുയർത്തി വെച്ചിരുന്ന സങ്കല്പ രൂപങ്ങളെ മൊത്തം യേശുനാഥന്റെ ഓരോ വാക്കുകൾ തച്ചുടച്ചു. അപ്പം നമ്മുടെ ഇന്നത്തെ തിയോളജിക്കന്മാരെല്ലാം ദൈവത്തെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുക, ദൈവത്തെ ഉണ്ടാക്കി വെച്ചേക്കുക. നമ്മളെ മാത്രം സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന ദൈവം, ബാക്കി എല്ലാവരും നരകത്തിലിട്ട് കത്തിക്കുന്ന ദൈവം, നിത്യത മുഴുവൻ എരുതിയിൽ എരിക്കുന്ന ദൈവം, ആന്റി ക്രൈസ്റ്റിനെ ഇങ്ങോട്ട് പറഞ്ഞുവിട്ട സഭയെ ഉപദ്രവിക്കുന്ന ദൈവം. അങ്ങനെ ഈ ശാസ്ത്രലോകവുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാതെ ശാസ്ത്രലോകത്തിന്റെ കണ്ടുപിടുത്തം കാണുമ്പോൾ ചൂളിപ്പോകുന്ന ദൈവം. 2000 വർഷമായിട്ട് യേശു ക്രിസ്തുവിന് ഇതുവരെയും ഒരു ഏകലോക ഗവൺമെന്റ് സ്ഥാപിക്കാൻ പറ്റിയില്ല. പിന്നെ ഏതോ ആന്റി ക്രൈസ്റ്റ് എന്ന് പറഞ്ഞൊരു പിറ ഇങ്ങോട്ട് വന്ന് അവൻ ലോകരാജ്യം സ്ഥാപിക്കുമെന്ന് അതും നോക്കിയിരുന്നിട്ട് വെള്ളമിറക്കി പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്ന് സഭയെ അങ്ങോട്ട് എടുത്തുകൊണ്ട്, ആ കലിയിൽ അങ്ങോട്ട് എടുത്തുകൊണ്ട് പോകുന്നൊരു, ഇങ്ങനെ എന്തെല്ലാം വേദസങ്കല്പങ്ങൾ, ദൈവസങ്കല്പങ്ങളാണ് നമ്മുടെ മുഖത്ത്. കർത്താവായ യേശു ക്രിസ്തുവിനെ കൃത്യമായിട്ട് ഒരു വ്യക്തി അറിയുന്ന നിമിഷം ആദ്യം പൊളിയാൻ പോകുന്നത് ഇവന്റെ ദൈവമാണ്. ക്രിസ്തുവിനെ കൃത്യമായി അറിഞ്ഞവന്റെ എല്ലാം മനസ്സിലെ ദൈവരൂപങ്ങൾ ഉടഞ്ഞുപോയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ വേറൊരു വാക്കിൽ ലൂസി പറഞ്ഞിങ്ങനെയാണ്, ജീസസ് കംസ് ടു മേക്ക് യു ആൻ എത്തിസ്റ്റ്. In the God of your own making, he comes to bring your faith, your way of subjecting God to your own understanding. He comes to bring that to an end. നിന്റെ ഹൃദയത്തിനകത്ത് നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിന്റെ വിശ്വാസപ്രകാരം നീ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ദൈവത്തെ ഉടച്ചു കളഞ്ഞിട്ട് നിന്നെ ഒരു യുക്തിവാദി, എത്തിസ്റ്റാക്കാൻ, ദൈവമില്ലാത്തവനാക്കാൻ ആണ് യേശു വന്നതെന്ന ലൂയിസിന്റെ പ്രഖ്യാപനം. സെന്റ് ലൂയിസ് പറയുകയാണ്,
Jesus comes to make you an atheist in the God of your own making. നീ തന്നെ ഉണ്ടാക്കി വെച്ച ദൈവത്തെ ഒട്ടച്ച് നിന്നെ ഒരു നിരീശ്വരവാദിയാക്കാനാണ് യേശു വന്നത്. യേശുക്രിസ്തുവിന്റെ വരവോട് ഒരുപാട് പേരുടെ ദൈവങ്ങൾ പോയി. യഹൂദന്റെ ദൈവമൊക്കെ പൊടിഞ്ഞ് പൗഡറായിപ്പോയി. കാരണം അവരുടെ ഹൃദയത്തിൽ അവർ ഉണ്ടാക്കി വെച്ച രൂപമല്ലായിരുന്നു ഒറിജിനൽ ദൈവം. ദൈവത്തെക്കുറിച്ചുള്ള ഒറിജിനൽ ചിത്രത്തിലേക്ക് ഇനിയെങ്കിലും ക്രൈസ്തവ സഭ വളരെ വേഗത്തിലെത്തണം. ദൈവത്തെക്കുറിച്ചുള്ള തെറ്റായ പഠനങ്ങളും തിയോളജിയുമാണ് ഇന്ന് ലോകത്തിൽ വേദശാസ്ത്രത്തിന് വിരുദ്ധമായി യുക്തിവാദികൾ പെരുകാൻ കാരണം. ഒരു കാലത്ത് ക്രിസ്തുവിനെ ആരാധിക്കുകയും ക്രിസ്തുവിന്റെ സഭയ്ക്ക് വേണ്ടി, രാജ്യത്തിനു വേണ്ടി 1000 മിഷണറിമാരെ അയക്കുകയും അവർക്ക് വേണ്ട ഭൗതികമായ സകലവിധമായ സപ്പോർട്ടും നൽകുകയും ക്രിസ്തീയ സഭയെന്നും ക്രിസ്തീയ രാജ്യമെന്നും വിളിക്കപ്പെട്ടിരുന്ന നാടുകളിൽ ഇന്ന് സഭകൾ പൂട്ടിക്കിടക്കുന്നു. അന്ന് ആരാധിച്ചുകൊണ്ടിരുന്ന മിഷണറിമാരുടെ കുടുംബത്തിലെ ഇളം തലമുറകളിൽ മിക്കവാറും എല്ലാം തന്നെ ദൈവമില്ലാത്തവരായി മാറി. അവർക്ക് വേദപുസ്തകത്തോട് പുച്ഛമായി, സഭയോട് അരോചകമായി, ദൈവവിഷയങ്ങളിൽ അവർക്ക് യാതൊരു വിധമായ സ്നേഹമോ കൂട്ടായ്മയോ ഇല്ലാത്തതിന്റെ കാരണം ക്രിസ്തീയ സഭ പ്രസംഗിച്ച് പഠിപ്പിച്ച് പിന്തുടർന്നു വന്ന ദൈവസങ്കല്പമാണ്. 21-ാം നൂറ്റാണ്ടിലെ ഈ 2021 പ്രവേശിച്ചിരിക്കുന്ന നമുക്ക് ആദ്യം ഇനിയും ചെയ്യേണ്ടത് ഒരു സംഭവം, നമ്മുടെ എല്ലാം ഉള്ളങ്ങളിൽ ഇരിക്കുന്ന റോങ് ഇമേജ് ഓഫ് ഗോഡ്, തെറ്റായ ദൈവസങ്കല്പം, ആ വിഗ്രഹങ്ങൾ ഉടയണം. എന്നിട്ട് നമ്മിൽ ചിലർ, ക്രൈസ്തവരിൽ ചിലരെങ്കിലും ദൈവമില്ലാത്തവരായി മാറി സത്യദൈവത്തെ അന്വേഷിക്കാൻ തയ്യാറാണ്. നമ്മുടെ ചിന്താധാരയ്ക്കും നമ്മുടെ കഴിവുകൾക്കും ബുദ്ധിക്കും അളക്കാൻ പറ്റുന്ന ഏതോ ഒരു ചെറിയ കണ്ടെയ്നറിനകത്ത് ദൈവത്തെ കൊണ്ട് ഒതുക്കി നമ്മുടെ തിയോളജി എന്ന് പറയുന്ന വെറും ഒരു കോഴിക്കൂട്ടിനകത്ത് പ്രപഞ്ചനാഥനെ ഒതുക്കാൻ ശ്രമിക്കുന്ന ഭീരുക്കളായി പോവുകയാണ് നമ്മൾ, വിഡ്ഢികളായി പോവുകയാണ് നമ്മൾ. ഭീരുക്കളല്ല, വിഡ്ഢികളായി പോവുകയാണ് നമ്മൾ. സത്യദൈവത്തെ തിരിച്ചറിയാൻ, ആ തിരിച്ചറിവിലൂടെ നാം കുരിശിനെ കണ്ടെത്താൻ, പിതാവിന്റെ ഏകജാതനായ പുത്രന്റെ കാൽവറിയിലെ പുണ്യാഹ പ്രവൃത്തികളെ കണ്ടെത്താൻ ദൈവം നമുക്കെല്ലാവർക്കും കൃപ തരട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഒരുപാട് ദൈർഘ്യം നമ്മുടെ വീഡിയോയ്ക്ക് ഞാൻ സാധാരണ എടുക്കുന്നില്ല. ഒരു കുഞ്ഞു പോയിന്റ് മാത്രമേ ഇന്ന് ഞാൻ പറയാം. ഒന്ന്, ക്രൈസ്റ്റ് നമ്മുടെ പകരക്കാരനായി മരിച്ചു എന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ, ആ പകരം എന്നതിൻ്റെ അർത്ഥം എനിക്ക് കൊള്ളേണ്ടത് അങ്ങോട്ട് കൊണ്ടുവന്നല്ല, എനിക്ക് എന്തുകൊണ്ട് അത് വരണമോ ആ കാരണവും അവന്റെ മേലായി. എൻ്റെ പാപശിക്ഷയല്ല അവന്റെ മേൽ, എൻ്റെ പാപവും അവന്റെ മേൽ അവൻ ഏറ്റെടുത്തു. അവൻ അതിനെ അസ്യൂം ചെയ്തു, അവൻ അതിനെ സ്വന്തമാക്കി. എൻ്റെ ശാപം, എൻ്റെ രോഗം, എൻ്റെ പാപം, എൻ്റെ തിരസ്കരണം, എൻ്റെ വേദന, എൻ്റെ കൺഫ്യൂഷൻ മുഴുവൻ അവന്റെ മേലായി. അവൻ അതിനെ സ്വീകരിച്ചു. ആ തെറ്റിന്റെ ശിക്ഷ അവന്റെ മേൽ വന്നു. അല്ലാതെ ഇതൊരു പകരമരണമല്ല, മറിച്ച് ഇതൊരു പങ്കാളിത്തമാണ്. പകരത്തിനുള്ള മരണമല്ല കാൽവറിയിൽ നടന്നത്, പങ്കാളിത്തത്തോടു കൂടിയ മരണം. അവനോട് കൂടെ നാമും ക്രൂശിക്കപ്പെട്ടു. അവൻ ഒറ്റയ്ക്കല്ല. എന്റെ പകരക്കാരനായിട്ടാണ് അവൻ മരിച്ചതെങ്കിൽ പിന്നെ ഞാൻ എന്തിനവനോടുകൂടെ ക്രൂശിക്കപ്പെടണം? ആ കുരിശിൽ എനിക്ക് എന്ത് പങ്കാളിത്തം? ആ കുരിശിൽ ഞാൻ പങ്കാളിയാണ്. കാരണം ആ കുരിശിന്റെ ഒരു വശത്ത് ക്രിസ്തുവും മറുവശത്ത് ഞാനുമാണ്. എന്റെ ശിക്ഷ അവന്റെ മേൽ വന്നു എങ്കിൽ, എന്റെ ശിക്ഷ അവൻ സ്വീകരിച്ചെങ്കിൽ പിന്നെ ഞാൻ എന്തിനവനോടുകൂടെ ക്രൂശിക്കപ്പെടണം? ആ ക്രൂശിന്റെ മരണം അതൊരു പങ്കാളിത്ത മരണമാണ്, എന്നോട് ചേർന്നുള്ള മരണമാണ്, മാനവരാശിയെ വഹിച്ചുകൊണ്ടുള്ള മരണമാണ്. കുരിശിനെ കുറിച്ചുള്ള ഒരു യഥാർത്ഥ തനതായ ചിത്രം നിങ്ങൾക്കുണ്ടായി വരുവാനായിട്ട് ഈ സന്ദേശങ്ങൾ നിശ്ചയമായിട്ടും ഇടവരും. രണ്ടാമത്തെ ചിത്രം ദൈവത്തെക്കുറിച്ചുള്ളതായ നമ്മുടെ തെറ്റായ ധാരണകൾ, നമ്മുടെ ഹൃദയത്തിൽ നാം ദൈവത്തെ കരുതി വെച്ചിരിക്കുന്ന വിഗ്രഹങ്ങൾ ഉടഞ്ഞു പോകുന്ന ദിവസങ്ങളായി
ഈ ദിവസങ്ങൾ മാറും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഈ വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുരിശിനെ യഥാർത്ഥ ദൈവത്തിന്റെ വ്യൂവിൽ, പിതൃപുത്ര പരിശുദ്ധ റൂഹായാകാം എന്ന പരിശുദ്ധ ദൈവത്തിന്റെ ആ കാഴ്ചപ്പാടിൽ, ആ മനോഹാരിതയിൽ, അവരുടെ ആ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ആ ജീവിതത്തിന്റെ മണ്ഡലത്തിൽ തിരിച്ചറിയാൻ ഏവർക്കും ദൈവം ഇടവരുത്തേണ്ടതിന് നമ്മുടെ ഈ പഠന പരമ്പര കാരണമായി മാറുമെന്ന് വിശ്വസിച്ചുകൊണ്ട് കേട്ടോണ്ടിരുന്ന എല്ലാവർക്കും സർവശക്തനായ ദൈവം തന്റെ മഹാകൃപയാൽ നന്മകളും അനുഗ്രഹങ്ങളും ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമമിടുന്നു. നിങ്ങൾക്ക് നിശ്ചയമായിട്ടും ഇത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാൻ പറ്റും. ചെറിയൊരു പഠനമാണ്, ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നിങ്ങൾ ഇത് സ്വീകരിക്കുക, മറ്റുള്ളവരുടെ പങ്കുവയ്ക്കുക. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ഇന്നും എന്നേക്കും അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തിന്റെ ഉറവിടമായ ദൈവത്തോടൊപ്പമുള്ള ഒരു ശുഭരാത്രിയും ഞാൻ നിങ്ങൾക്ക് നേരുന്നു. Grace be with you all forever.